ഗൈസ് എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെ കാണാൻ വേണ്ടി സത്യം പറ ഇന്നലെ ഓയോ റൂം നിരോധിച്ചു, അവിവാഹിതർക്ക് ഇനി കയറാൻ പറ്റില്ലാതുകൊണ്ടുള്ള സങ്കടത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയി ഗൈസ്. എന്തോ ഇതെന്താ മേടിച്ചു കൊടുത്തേ? ഇതെന്റെ വീടല്ല കേട്ടോ ഗൈസ്, കയറി പോരുന്നത് ഇതെന്റെ വീടല്ല. എവിടെ വയ്യാത്ത ഒരാൾക്ക് ഫ്രൂട്ട്സ് കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. അയ്യോ ഫ്രൂട്ട്സ് കുളിച്ചിട്ടൊന്നുമില്ലല്ലോ, രണ്ടു സമാധാനം ഉണ്ട്. എന്താ മേടിച്ചാ? അല്ല ഒന്ന് കാണിച്ചോട്ടെ കൈ, ഇത്രയും താല്പര്യം അതെയോ കല്യാണ സ്ഥലത്ത് തുടങ്ങല്ലേ അല്ലേ? ഒരിത് അവിടുന്ന് കവറിലാക്കി കൊണ്ടുവന്നിട്ട് ഒരു മുന്തിരി മേടിച്ചോണ്ട് സാധനം നോക്ക്. അമ്മ വീട്ടിൽ അമ്മ അറിയിച്ചു തരാം അങ്ങോട്ട് വീട്ടേക്ക് സാധനങ്ങൾ വാങ്ങാൻ. നോക്കിയേ ഇതേ ഇത് കൂടി കാണിച്ചു കൊടുക്കുക. ഇവര് കൊടുത്ത ഫ്രൂട്ടാണ്, കണ്ടോളൂ. എന്തൊക്കെയാണ് ഒരു അതിന്റെ പേരുള്ളൂ. ഇതെന്താ? അനാറ്. ഇതാര് പറഞ്ഞത്? നിങ്ങളെ ഭാര്യ എച്ചി ഭാര്യ പറഞ്ഞാവും. അച്ഛൻ പറയണ പോലെ ഒരു പയറ് മേടിച്ചിട്ട് അതിനെ കഷ്ണാക്കുന്ന തന്തപ്പിടി വല്ലതും പറയാണ്ടോ? ഇത് അനാറ്. ഓ എത്ര രൂപയുടെ വലിയ തോന്നൂല. ഒരു സ്ട്രോബെറി. ഇതെന്താ മുന്തിരിയാണോ? ഓ മുന്തിരി. ഓ സഹിച്ചിട്ട് ഇതില് നല്ല ഭംഗിയുണ്ട്. ചിരിച്ചേ ലൈറ്റ് അടിക്കുമ്പോ ആ മുന്തിരി അവിടെ തിന്നു. ഒരു ഓറഞ്ച്, ഒരു ആപ്പിള്, ഒരു പേരക്ക. ഓ ഈ പേരക്ക ഒരു വലിപ്പുണ്ട്, അത് കുറച്ച് കഷ്ടമാക്കി എടുത്ത് തിന്നാം. അത് ഞാൻ കൊടുക്കണോ വേണ്ട, ഞാൻ വേണ്ട പറഞ്ഞത്. അത്രയും ഗതികെട്ട് വയ്യാണ്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് വാങ്ങിയിൽ നിന്നിട്ട് ഗതികെട്ടാണ് ചന്ദനക്കുറിയൊക്കെ തൊട്ട്. അതെ, എന്നിട്ട് ഈ സാധനങ്ങൾ കൊണ്ടുവന്നേക്കാം. കിടപ്പിലൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങള് വന്നത്. ഇല്ല വയ്യാണ്ട് ക്ഷീണായി. റൂമൊക്കെ സെറ്റൊക്കെ. എന്നിട്ട് ഒരു ചേട്ടനെ കാണാൻ വന്നു ഗൈസ്. നിങ്ങള് രഞ്ജിത്തേട്ട അവിടെ മാറ്റി ഇതൊക്കെ വാങ്ങാൻ പോയിട്ട് പെപ്സി സാധനങ്ങളൊക്കെ. അമ്മ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് നോക്കിക്കോട്ടെ. അമ്മേ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് നോക്ക്. എന്റെ അമ്മ എന്നെ ഊക്കി തുടങ്ങി ഗൈസ്. എന്റെ അമ്മേനെ വ്ളോഗ് പൂരന്റെ വീട്ടിൽ വന്നേക്കാണ് ഗൈസ്. വീട് കാണിച്ചു കൊടുക്കും സ്നേഹിച്ച്. ഇതാണ് എന്റെ ഹോം ടൂർ ഒന്നും നടത്താൻ പറ്റില്ല കേട്ടോ. കുറച്ച് സാധനങ്ങൾ കൊലിച്ചിട്ടേക്ക. സ്നേഹിച്ച് മലപ്പുറത്ത് നിന്നല്ല, ആലപ്പുഴയില് പെറ്റ് കിടക്കായിരുന്നു. അവിടെ നിന്ന് വന്നിട്ട് എന്റെ അമ്മേനെ വിൽക്കാൻ നോക്കുന്നു ഗൈസ്. സമ്മതിക്കില്ല ഞാൻ. അതെ അമ്മേനെ വിറ്റാ കിട്ടുന്ന പറഞ്ഞിട്ട് വിറ്റോണ്ടിരിക്കണം. എന്റെ മുഖത്ത് കുരു വന്നെന്തോ അസുഖമാണെങ്കിൽ ഗൈസ്. പട്ടി വരണ കിടന്നു. ചേട്ടന് ഞാൻ പ്രത്യേകം ചക്കയിന്ന് ഒരു ചക്കച്ചോള സായിച്ചേട്ടാ ഇതേടിക്ക്. ഞങ്ങളൊരു ഫ്രൂട്ട്സ് കൊടുത്തതിന് അതേപോലെ ഒരു സാധനം ഒരു ചക്ക എടുത്ത് കൊണ്ടു. ഒരു ചക്ക കഴിച്ചോക്ക്. നല്ല മധുരം ഉണ്ടോ നോക്കാം, പറയണേ. റിവ്യൂ പറയണം. കഴിച്ചോക്ക് റിവ്യൂ പറയണം. എങ്ങനെയുണ്ട്? എന്റെ ഉപ്പിലിട്ടാണോ? ആ എങ്ങനെയുണ്ട് സാധനം? മധുരല്ലേ? ഇവരുടെ BMW ഇവിടെ ബുദ്ധിയൊക്കെ ഉണ്ട്. കഴിവൊക്കെ ഉണ്ട്. എന്താ ചെയ്യാ? അപ്പൊ ചക്കമരത്തുനിന്ന് അതൊക്കെ ആരുടെ വീടാണ്? എന്റെ വീട്ടില് സീക്രട്ട് ഏജന്റ് വന്നു നോക്കാം. ആൾക്കാരെ വിളിച്ചറിയിക്കാൻ ആൾക്കാരെ എന്താന്ന് പട്ടീനാണ്ട് സ്നേഹിച്ച് പേടിച്ച് നിൽക്കുന്ന. പട്ടിയൊന്നും ചെയ്യില്ല. ഒരു കടി കിട്ടിയതാ മോളെ. ഇല്ലാന്ന് പോടാറുണ്ട്. അടിയിലപ്പുറത്ത്. ഓ ദൈവമേ എന്താ 10 കിലോനൊക്കെ കൊണ്ടുവന്നുണ്ടോ? എനിക്കിവിടെ ഞാൻ പ്രസവിക്കാൻ നിൽക്കില്ല. ഇവരെ വിചാരം ഞാനിവിടെ പ്രസവിച്ചു കിടക്കാനാ. എന്തൊക്കെ മേടിച്ചു പോകുന്നുണ്ട് ഗൈസ്. കണ്ടില്ലേ ചേട്ടൻ കുറച്ച് എന്നിട്ട് ആ മുന്തിരി ഇപ്പെടുത്ത് തിന്ന് കഴിക്കട്ടാ. മുന്തിരി സ്ട്രോബെറി കൊടുക്കണ്ട. സ്ട്രോബെറി കൊടുക്കണം. ശരിക്ക് സ്ട്രോബെറി കൊടുക്കണ്ടേ? എന്താ നോക്ക്. സ്ട്രോബെറി എനിക്ക് പുളി കഴിക്കണം ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് പുളി കഴിക്കണത് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞങ്ങക്ക് ജീവിക്കണം. നിങ്ങൾക്ക് മാത്രം വെച്ചാൽ മതിയാ. ബണ്ണെണ്ണാണ് പുതിയ പേരാ ഗൈസ്. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞാണ്. ദേ അവിടെ നിന്ന് വരുന്നു ഒരാൾ വരുന്നു. അത് എന്താ പെപ്സി കുടിക്കണോന്ന് പെപ്സി വാങ്ങാൻ പോയതാണ്. നിർത്തിന്ന് കുമ്പൂച്ച മാത്രമേ കുടിക്കുള്ളൂന്ന്. കുമ്പൂച്ച മാത്രം ടൈല്. പക്ഷെ ഞാൻ കുടിച്ചപ്പോ കണ്ണം വെക്കണം. അതുകൊണ്ടാണ് തോന്നുന്നത് നിർത്താൻ പോയാൽ ജിമ്മിന് വന്ന് നോക്കാം. ഇത് പറഞ്ഞ പോലെ ഇന്നലെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞ അതെ ഇതിൽ ഒരു ഓറഞ്ച് ഉള്ളൂ തോന്നുന്നില്ലേ? പക്ഷെ ഒരു ഓറഞ്ച് ഉള്ളൂ. മാതളൊക്കെ ഒരെണ്ണുള്ളൂ ഗൈസ്. നമ്മള് വീട്ടിക്ക് ഇവരെ വരവേൽക്കട്ടെ അല്ലേ? എന്റെ വീട്ടിക്ക് ആദ്യമായിട്ടാണ് സോറി ഗൈസ് കടലില്ല. ചോറുണ്ടോ നിങ്ങളില്ലല്ലോ? ചോറുണ്ടോ?
ആലുവന്ന് കഴിച്ചോ? സമയത്രി ചോദിക്കുന്നത് 4:15. 4:15. നിങ്ങൾ സമയം തെറ്റി കഴിക്കുന്ന ആൾക്കാരല്ലേ? അങ്ങനെ സീക്രട്ട് ഏജന്റ് വീട്ടിലേക്ക് വരാണ് ഗൈസ്. പക്ഷെ എനിക്ക് നല്ല വയ്യാണ്ടായിരുന്നു, വയ്യാണ്ടായി ക്ഷീണിച്ചു. പെണ്ണിന് ഇഷ്ടപ്പെട്ടോ ചേട്ടാ? ബണ്ണെണ്ണ കറക്റ്റ് സാധനം കഴിക്കും. ബണ്ണ് കിട്ടണായിരുന്നു. അങ്ങനെ രഞ്ജിത്തേട്ടൻ കുറെ കഷ്ടപ്പെട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഏയ് കുട്ടിക്ക് ജ്യൂസ് കഴി. എന്റെ വീട്ടിൽ അത് ആദ്യമായിട്ട് വന്നല്ലേ? ഇരി ജ്യൂസ്. അയ്യോ സത്യം 4 മണി സമയല്ലേ? ചായ ഉണ്ടാക്കട്ടെ? ചായ ഉണ്ടാക്കട്ടെ? അയ്യോ പുറത്തു പോയി നിന്റെ കഷ്ടപ്പെടണല്ലേ? അയ്യോ അങ്ങനെ എടുത്ത് അറിയുന്നു. നിങ്ങൾക്കൊക്കെ അത് മതി. നിങ്ങൾ പിന്നെ നമ്മുടെ വീട്ടുകാരല്ലേ ഇങ്ങനെയൊക്കെ കവറിന്ന് പൊടിച്ച് കഴിച്ചാൽ മതി. അതേ ഇതെങ്ങനെ കൊണ്ടുവന്നറിയൂ? കവറിലായിട്ട് ഒരു മുന്തിരി, ഒരു ആപ്പിൾ ഇതൊക്കെ ഞാൻ കൊണ്ട് വന്നു. അമ്മ നമ്മുടെ ഓടുന്നു കണ്ട. എന്റെ വീഡിയോയിലെ വരുന്നില്ല ഇപ്പൊ. എന്താണ് സ്നേഹിച്ചത് വീഡിയോയില്? കഴിക്കി സ്നേഹിച്ച് ബാത്റൂം എന്തത് പൊട്ടിച്ച് ശീലുണ്ട് ഗൈസ്. സായിച്ചേട്ടന് ഉണ്ടോ? ആ വീഡിയോയിൽ റുസ്തമോൾ അതിനെ പറ്റി പാവം ഞാൻ സായിച്ചേട്ടൻ കണ്ടിരിക്കാൻ പറഞ്ഞതാ. എന്താ ഇവിടെ എന്തോ ഒരാളെ ഇവിടെ നിന്നിട്ട് വായ കഴുകാനാണ്. അയ്യോ അതെ അത് കൊടുക്കണു. വായ കഴുകുന്നത് പറയോ റൂമൂട്ടി ഒന്ന് പറയാനാണ്. ഏണ്ട് കേക്ക് കടന്തല്ലേ അമ്മ ചോദിച്ചു. എന്റെ അമ്മ ചോദിച്ചേ പപ്സ് കഴിയില്ലായിരുന്നു. അപ്പൊ സ്നേഹിച്ചു പിന്നെന്താ ഇങ്ങടുതാന്ന് അമ്മ എന്തിട്ട് ശരിക്കോ ഓമ ചേച്ചി തന്നെ. ഞങ്ങളൊരു വേറെ ചേച്ചിനെ പണ്ട് ഇങ്ങനെ പെറുപിറുത്തോണ്ടിരിക്കും. കറക്റ്റ് ഓമ അല്ല രജിസ്റ്റർ തോന്നില്ലേ? ഇവരിപ്പോ പോയ പച്ചട്ടിട്ട് പറക്കുള്ള എല്ലാം ഉണ്ട്. സായിച്ചേട്ടൻ എന്തോ പറയാണ്ടിന്ന് ഒരു പയറ് മാത്രം വീട്ടില് വാങ്ങി ഇങ്ങനെ മുറിച്ച് ഇത് അമ്മക്ക്, ഇത് അച്ഛന്, അല്ലല്ല ഇത് അല്ല ഇത് അമ്മക്ക്, ഇത് സ്നേഹിക്ക്. നടുവിലെ 2 വർഷം ഒന്ന് അച്ഛനും ഒന്ന് ഏട്ടനും ഇങ്ങനെ ജീവിച്ച സ്നേഹം. ഇത് മാത്രമല്ല ഇനിയുണ്ട്. CT പൈസക്ക് ജനകീയം ബസ്സിന്റെ പിന്നാലെ ഓടിപ്പോയി വണ്ടി പിടിച്ച് നിർത്തിയ ഒരു ആളുണ്ടായിരുന്നു. ഇപ്പൊ ബസ് കയറില്ല. മുട്ട പപ്സിന് ഷേപ്പ് പോലും ഒക്കെ അറിയില്ല. ചിക്കനാണോ നോക്കെ? ആ ദീമ ബേക്കറി പോയിട്ട് കൊല്ലത്തിൽ ഒരു പപ്സ് ആണ് എന്റെ അമ്മ മേടിച്ചത്. ചായ കുടിക്കേ ജോസ് കുടി. അമ്മ സ്നേഹത്തോട് കൂടി തരുമ്പോ ആട്ടുകടയിൽ നിന്ന് കഴിക്കോ? അമ്മനെ കാണിക്കണില്ല. നിങ്ങൾ കാണിച്ചില്ല കൊറേ. അയ്യോ ശരിക്കും അമ്മനേച്ചി ഗൈസ് എനിക്കിന്നും യൂട്യൂബിൽ ഒന്നും ഇടാനായിട്ട് വയ്യാത്ത കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല. പുറത്തും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവര് വന്നോണ്ട് എനിക്ക് കണ്ടന്റായി അല്ലേ? നട്ട്സ് എങ്ങനെയുണ്ട്? ഞാൻ ഇപ്പൊ നട്ട്സ് മാത്രമേ കഴിക്കൂ. ഒരു വണ്ടി കോട്ടയം വരുമ്പോഴോ? 2 വണ്ടിക്കാരുണ്ട്. ബാക്കിലെ മുന്നിലെ കയറിയ ഗൈസ് ഞാൻ സ്നേഹിച്ചോട് ടിഷ്യൂ പേപ്പർ ചോദിച്ചു. അല്ല സായിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടിഷ്യൂ പേപ്പർ മൂക്ക് തുറക്കാനായിട്ട്. അപ്പൊ സ്നേഹിച്ച് കൊടുക്കുന്നത് എങ്ങനെയാ അറിയാം? മൂക്കിന്റെ അളവിനായിട്ട് ചെറിയ കഷ്ണം ടിഷ്യൂ കൊടുത്ത സ്നേഹാർ നായറാണ് ഇരിക്കുന്നത്. പാവപ്പെട്ട വീട്ടിലെ കുട്ടികളല്ലേ? അതെ മൂക്കിന്റെ ചെറിയ കഷ്ണം ടിഷ്യൂ അമ്മയെ തുടക്കാനായിട്ട് സായിച്ചു നീര് വെച്ച് എന്റെ ടിഷ്യൂ തരുമെന്ന്. അപ്പൊ കൊടുക്കണത് ആ കഷ്ണം മാത്രം പറിച്ചിട്ട് സ്വന്തമായിട്ട് സ്ട്രോബെറി മേടിച്ചു കൊടുത്തിട്ട് അത് സ്വന്തമായിട്ട് കഴിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാ ഗൈസ് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നേഹിച്ചിനെ കണ്ട ചൂടുള്ള ഒഴിക്കുന്നത്. എന്തുകൊണ്ട് സായിച്ചേട്ടാ എന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറക്കാനുള്ള ഏകൊരു കാരണ കരുതിയിരിക്കുന്ന അല്ലമ്മേ അല്ലേ? നിങ്ങളെയും എന്റെ അമ്മ എടുത്തേക്കേ പറഞ്ഞ അമ്മക്ക് എന്താ പറയാ? അമ്മ പറയും ഒന്നും പറയില്ല. പറ എന്റെ സ്നേഹിച്ചി പെങ്ങള് പാസം പെങ്ങള് കുട്ടി അപ്പുറത്ത് അനിയത്തി പ്രാവ് എന്നൊക്കെ പറഞ്ഞ എന്നെ നാട്ടിച്ചു. എന്റെ അമ്മക്ക് പറയണ്ട് പറഞ്ഞമ്മേ ഇല്ല അത് ചൂടുവെള്ളം തൊഴുകി ശരിക്കും ഒഴിക്കും. എന്തൊക്കെ പറഞ്ഞു അല്ലേ രജിത്തേട്ടാ? എന്തൊക്കെ പറഞ്ഞു വളരെ മോശമില്ലേ?
ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കളിച്ചല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. എന്ത് കളിച്ചു കണ്ടത്? കഷ്ടം. എന്റെ അമ്മ എപ്പോഴും പറയും എന്തോ അയ്യോ ജയിച്ചിറായി എന്ന് വിചാരം നീ പോണു ഞാൻ പറയുന്നത്. ഒരാള് വരുമ്പോ അങ്ങനെ ആലിയ ഭട്ട് അതിനെ അറിയില്ല മോളെ. സമാധാനം ഉണ്ട് പറഞ്ഞത്. നന്ദിയുണ്ട്, നമസ്കാരം ഉണ്ട്. അപ്പൊ ഗൈസ് അമ്മ പോവാന്നേ. അപ്പൊ ഗൈസ് ഇവര് പോവാണ്. ഒരാളെന്റെ അണ്ടിപ്പരിപ്പ് പാത്രത്തിൽ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ബ്ലാക്ക് വർത്താനി പെണ്ണ് പറയുന്നത് ഈ പോച്ചേന് വെങ്ങളാ അതെ. പറയാൻ പറ്റേ സ്നേഹം ഒന്നും ഉറുണ്ട് ഡബിൾ മീനിങ്. ഞാൻ കട്ടിയില്ല. എന്തൊരു കട്ടി അവിടെ കട്ടി സൗകര്യമില്ല. ഒന്നിനും പോച്ചേന്റെ പെങ്ങള് അല്ലെങ്കിൽ പോച്ച വീടിന്റെ മുന്നിൽ കൂടി പോയിട്ടുണ്ടാവും. ഇതിട്ടിട്ട് ഞായറിലാവല്ലേ ചവിട്ടാൻ പറഞ്ഞ കിട്ടിയ അവസരം പാഴാക്കണ്ട് കേറുന്ന ഇല്ല ചവിട്ടി പോന്നു ഞാൻ എന്റെ കാലിന് രോഗമെല്ലാം പതിച്ചിട്ടുണ്ടോ? നീല എന്താ പിങ്ക് ലിപ്സ്റ്റിക് പുതിയ ചെരുപ്പാണോ? മതിയോ? ആ സായിച്ചന്റെ ഡ്രസ്സിന്റെ റേറ്റ് ഒന്ന് പറയൂ. റേറ്റ് ആലപ്പുഴ അടിച്ചത് ബീച്ചിന്റെ സൈഡിൽ നിന്ന്. പാന്റിന് ട്രൗസർ പാന്റ് ഇവിടെ നിന്നായിരുന്നു ട്രൗസർ. അതെ. ഇത് എത്രയായിരുന്നു? ഇത് 150 രൂപയുടെ പാന്റും ബനിയൻ 100 രൂപയുടെയോ? എന്തൊക്കെയും ഉണ്ട് റോക്സ്. പുറത്തേക്ക് റോക്സ് നല്ല അതെ. നന്ദനസി നിങ്ങൾ പോയി അപ്പൊ തൂങ്ങൂടെ കയറി. ശരിയാ, ബുദ്ധി പറഞ്ഞു നന്നായി. അവിടുത്തെ കയറി കിട്ടിന്റെ കൈസ്. അമ്മ അവര് പോവാന്ന് പറയും. അമ്മനെ കാണിക്കാം. സത്തമ്മയാ അറിയില്ല. അതിനെ പിടിച്ച് ഉപ്പിലിടാനോ ഗൈസ്. അപ്പൊ ഇവര് പോവാണ്. വന്നേലും കണ്ടേലും ആപ്പിളും ഓറഞ്ചും മുന്തിരിയും തന്ന് സ്വയായിട്ട് തിന്നേലും താങ്ക് യു. ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. എന്ത് നന്നായി ഞാൻ ഒളിപ്പിച്ചു വെച്ചോണ്ടല്ലേ ഞാൻ പേരക്കിടകം കൊണ്ടുപോയി കഴിക്കുന്നതിൽ ഒളിപ്പിച്ചു വെച്ചു. അതെ. ഞാൻ ഒരു സ്ട്രോബെറിന്റെ ഒരു കഷ്ണം മാത്രം അത് മുറിച്ച് തന്നു. ഒരു കഷ്ണത്തിന്റെ തന്നു. എനിക്ക് വയ്യാത്തോണ്ട് ഇത് കാണാൻ വന്നാണ് കേട്ടോ. എന്റെ വീട്ടില് സീക്രട്ട് ഏജന്റ് വന്നേന്ന് ഇല്ല. ചെമ്പരത്തി വെച്ച് കൊടുക്കാം. കറക്റ്റാവും സാധിച്ചാൽ ചെമ്പരത്തി വെച്ച് കൊടുക്കാം. ജയസ്നേഹിജിയുടെ സ്ഥലം വാങ്ങണം പറഞ്ഞു. എവിടെ വാങ്ങണ്ടേ? ഇവിടെ നിങ്ങളെ വീടിന് തൊട്ട് മുന്നിൽ ഓപ്പോസിറ്റ് ആണോ? 20-30. ആ അത്ര അറിയോ? കാശെടുത്തെറിയുന്നു. അരി വാങ്ങിട്ട് എത്ര കിലോ വാങ്ങി? ചൈനന്ന് നായര് കൊടുത്തിട്ടുണ്ട് കാശ്. അപ്പൊ അവര് സ്ഥലം വിടാണ്. നമ്മുടെ എന്നെ വയ്യെന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ ചേട്ടൻ എനിക്ക് ആപ്പിൾ മുന്തിരി കൊണ്ടുവന്നു. എന്റെ ചേച്ചി പറഞ്ഞ കേക്ക് ചേച്ചി കയറും. ഇഷ്ടല്ല. അയ്യോ അത് കുറച്ച് കൂടുതലല്ലേ? അത് പറ്റില്ല. ഇതിനോട് പോയിട്ടില്ല ചേട്ടന്റെ അല്ലേ അപ്പുറത്ത് വീട്ടിക്ക് പോലെ നല്ല കഥ അടക്കിപ്പോ. നന്ദനത്തിന്റെ വീടിന്റെ അവിടുത്തെ വാതിലട്ടിന്റെ കയ്യില് വാവ് പോയി. ആണോ? ഇതിപ്പോ അവിടെ വാതിലും പറ്റിയതാ. വീട്ടിലിറക്കോ? പാമ്പാനെ അവിടെ എന്റെ അമ്മ പറയാ പൊക്ക ശല്യം. അമ്മ വീഡിയോ എടുക്കില്ലേ? ഓഫ് ചെയ്തു. കാറിന്റെ ഡോറൊക്കെ ഞാൻ വിളിച്ചപ്പോ ബൈ ബൈ സീ യു. ഞാൻ കാണും. അയ്യോ